മിറാക്കിൾ മീഡിയയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. LBS വഴി BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഏതെല്ലാം ഡോക്യുമെൻ്റ്സാണ് തയ്യാറാക്കേണ്ടതെന്നും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് ആരംഭിക്കുമെന്നും ഏത് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ ലാസ്റ്റ് ഡേറ്റ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. BSc നഴ്സിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ്. കേരളത്തിലെ മൊത്തം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലെ സീറ്റുകളിലേക്കും ഗവൺമെൻറ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ സീറ്റുകളിലേക്കും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെ 50% മെറിറ്റ് സീറ്റിലേക്കുമാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾ എടുത്ത് 50% മാർക്കോടെ +2 പാസ്സായവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. SC/ST വിഭാഗത്തിന് 45% മാർക്ക് മതി. ഏകദേശം 13ഓളം കോഴ്സുകളുണ്ട് ഇതിൽ. എല്ലാത്തിനും കൂടി ഒരു ആപ്ലിക്കേഷൻ മതി. അതിൽ കോഴ്സുകൾ സെലക്ട് ചെയ്താൽ മതി. ഇന്ന് കേരളത്തിൽ 157 കോളേജുകളിലായി ഏകദേശം 5700 സീറ്റുകളാണുള്ളത്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവയാണ്: BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc ഓപ്റ്റോമെട്രി, BSc കാർഡിയോവാസ്കുലർ ടെക്നോളജി, ബാച്ചിലർ ഓഫ് സ്പീച്ച് ഓഡിയോ ആൻഡ് സ്പീച്ച് തെറാപ്പി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, BSc ന്യൂറോ ടെക്നോളജി, BSc ഓപ്റ്റോമെട്രി തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് +2 ബയോളജി സയൻസ് പാസ്സായി ഇറങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയും മെഡിസിൻ കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് കൊടുക്കുന്നത് BSc നഴ്സിങ്ങിനാണ്. BSc നഴ്സിങ്ങിന് ഇന്ന് വളരെയധികം ജോലി സാധ്യതകളാണ് ഉള്ളത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. LBScenter.in എന്ന LBSൻ്റെ വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച ശേഷം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് റിലീസായിട്ടില്ല. ജൂൺ പകുതിയോടുകൂടിയായിരിക്കും. ഡേറ്റ് വരുമ്പോൾ ഈ ചാനലിലൂടെ ഒരു വീഡിയോ ഇടുന്നതാണ്. ഓരോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഓരോ ആപ്ലിക്കേഷനും LBS അതോറിറ്റി വെരിഫൈ ചെയ്യും. തെറ്റുകൾ ഒന്നുമില്ലെങ്കിൽ വെരിഫൈഡ് എന്ന മെസ്സേജ് വരും. തെറ്റുണ്ടെങ്കിൽ തിരുത്തി സബ്മിറ്റ് ചെയ്യാൻ ടൈം തരും. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കിൻ്റെ ഇൻഡെക്സ് സ്കോർ കണക്കാക്കിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാർക്ക് ലിസ്റ്റ് ഇൻഡെക്സ് സ്കോർ വഴി ആഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഓരോരുത്തരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളും കോളേജുകളും ഓരോരുത്തരുടെയും റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻ കൊടുക്കണം. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ ആദ്യം ചോയ്സ് ചെയ്യണം. തിരഞ്ഞെടുത്ത് ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഇങ്ങനെ ഈ 4 അലോട്ട്മെൻറ്റുകളും സ്പോട്ട് അലോട്ട്മെൻറ്റുമുണ്ട്. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ അഡ്മിഷൻ എടുക്കാം.